നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് കൗമാരപ്രായക്കാർ മുതൽ മുതിർന്ന സ്ത്രീകൾ വരെ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് PCOS അഥവാ PCOD. ക്രമം തെറ്റിയ ആർത്തവം, അമിതമായ ശരീരഭാരം, മുഖക്കുരു, അനാവശ്യമായ രോമവളർച്ച എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാകാം. ഇതൊരു രോഗമല്ല, മറിച്ച് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ മാറ്റങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. ഹോർമോൺ ഗുളികകളെ മാത്രം ആശ്രയിക്കാതെ ആയുർവേദത്തിലൂടെ എങ്ങനെ PCOS നിയന്ത്രിക്കാമെന്നും ശരീരത്തെ സ്വാഭാവികമായ താളത്തിലേക്ക് തിരികെ കൊണ്ടുവരാമെന്നും ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിശദീകരിക്കുന്നു. ആയുർവേദത്തിൽ PCOS പ്രധാനമായും ആർത്തവദോഷം, കഫദോഷം എന്നിവയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിൽ ആമം അഥവാ വിഷാംശം അടിഞ്ഞുകൂടുന്നത് വഴി അണ്ഡാശയത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. പ്രധാന കാരണങ്ങൾ: വ്യായാമമില്ലായ്മയും അമിതമായ ഉറക്കവും, ബേക്കറി പലഹാരങ്ങളും ഫാസ്റ്റ് ഫുഡും അമിതമായി കഴിക്കുന്നത്, മാനസിക സമ്മർദ്ദം, ഉറക്കമില്ലായ്മ. ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്ക് നിരാമിത്ര നിർദ്ദേശിക്കുന്ന വഴികൾ ഇതാ. കറുവപ്പട്ട ചായ കുടിക്കുന്നത് ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാനും ആർത്തവം ക്രമപ്പെടുത്താനും സഹായിക്കും. കറ്റാർവാഴ രാവിലെ വെറും വയറ്റിൽ കറ്റാർവാഴ നീർ കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും ഹോർമോൺ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും ഉത്തമമാണ്. മഞ്ഞളിലെ കുർക്കുമിൻ വീക്കം കുറയ്ക്കാനും അണ്ഡാശയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്നു. ശതാവരി സ്ത്രീകളുടെ ആരോഗ്യത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമാണ് ശതാവരി. ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വക്കലേത് ലേബൻ ദിവസവും 30 മിനിറ്റ് നടത്തം ശീലമാക്കുക. രാത്രി നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുക. പഞ്ചസാരയുടെയും മൈദയുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. മരുന്നുകളേക്കാൾ ഉപരിയായി ചിട്ടയായ ഒരു ജീവിതശൈലിയാണ് PCOS മാറ്റാൻ ആവശ്യം. ശ്രദ്ധിക്കുക, ഈ വിവരങ്ങൾ പൊതുവായ അറിവിനായി മാത്രമുള്ളതാണ്. PCOS ലക്ഷണങ്ങൾ ഉള്ളവർ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചികിത്സകൾ ആരംഭിക്കുക. പ്രത്യേകിച്ച് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്നവർ വിദഗ്ധ ഉപദേശം തേടുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.